മലയാള സിനിമാ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു നടിയാണ് ആന്ധ്രാക്കാരിയായ മാധവി എന്ന മലയാളികളുടെ സ്വന്തം ഉണ്ണിയാർച്ച. ആകാശദൂത്, ഒരു വടക്കൻ വീരഗാഥ പോലെയുള്ള അതിമനോഹരമായ സിനിമകൾ ഈ ഒരു നടിയുടെ അഭിനയ മികവിന് മികച്ച ഉദാഹരണമാണ്. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലുമായി നിരവധി സിനിമകളിൽ മാധവി അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 300 സിനിമകളോളം മാധവി ഇതിനകം അഭിനയിച്ചിട്ടുണ്ട്. 70 കാലഘട്ടങ്ങളിൽ തിരക്കേറിയ ഒരു നടിയായിരുന്നു ഈ മാധവി. ഇപ്പോൾ അഭിനയ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ്. ഭർത്താവിനും മക്കൾക്കുമെല്ലാം ഒപ്പം അമേരിക്കയിലാണ് മാധവി ഇപ്പോൾ താമസിക്കുന്നത്. റാൽഫ് ശർമ്മ എന്നാണ് മാധവിയുടെ ഭർത്താവിൻ്റെ പേര്. മാധവിയുടെ ജീവിതത്തെക്കുറിച്ച് മുൻപൊരിക്കൽ ശാന്തിവിള ദിനേശ് പങ്കുവെച്ച വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമശ്രദ്ധ നേടുന്നത്. മാധവി ആഡംബര ജീവിതമാണ് ഇപ്പോൾ അമേരിക്കയിൽ നയിക്കുന്നത് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും എന്ന് അറിയുകയില്ല. 44 ഏക്കർ സ്ഥലത്ത് കൊട്ടാരം പോലെയുള്ള വീടാണ് മാധവിയുടേത്. വിമാനം പറത്താനുള്ള ലൈസൻസ് മാധവി എടുത്തിട്ടുണ്ട്. ഭർത്താവിന് വിമാനമൊക്കെയുണ്ട്. മാധവി വിമാനം ഓടിക്കുന്ന വീഡിയോ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇവിടെ ശതകോടീശ്വരന്മാരായ ഒരുപാട് സിനിമാക്കാരൊക്കെ ഉണ്ടെങ്കിലും മാധവിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഭർത്താവിനെയും 3 പെൺകുഞ്ഞുങ്ങളെയും കൊടുത്തു. കോടികളുടെ ആസ്തിയുമുണ്ട്. ഭർത്താവിൻ്റെ ബിസിനസ്സും 3 പെൺകുട്ടികളെയും നോക്കി സുഖമായി മാധവി അമേരിക്കയിൽ ജീവിക്കുകയാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. കണ്ണുകൊണ്ടായിരുന്നു മാധവി അഭിനയിച്ചിരുന്നത്. കണ്ണ് ഏറ്റവും നന്നായി അഭിനയിക്കുവാൻ ഉപയോഗിച്ച ഒരു നടിയാണ് മാധവി. വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയാകുവാൻ വേണ്ടി മലയാളത്തിലെ എത്രയോ നടിമാരെ കണ്ടിരുന്നു. പക്ഷേ ആ ഒരു വേഷം കെട്ടി അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ പല നടിമാരും അതിൽ നിന്നും പിന്മാറി. അവരെല്ലാം പിന്മാറിയത് നന്നായി പോയെന്നേ ഞാൻ പറയൂ. മാധവിയുടെ ആ കണ്ണ് വെച്ചുകൊണ്ടുള്ള പ്രകടനം ചന്തുവല്ല മറ്റാരായാലും വീണുപോകും എന്നാണ് പറയുന്നത്. ആകാശദൂത് എന്ന സിനിമ ചെയ്തപ്പോൾ ഡെന്നീസ് ജോസഫും സിബി മലയിലും ആരെ ഈ വേഷം ചെയ്യിക്കാമെന്ന് നോക്കി. ആരും ഈ വേഷം ചെയ്യാൻ തയ്യാറായില്ല. നായികമാർ പോലും മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ആ വേഷം ചെയ്യുകയില്ല. എന്നാൽ ഒരു മടിയും കൂടാതെ 4 കുട്ടികളുടെ അമ്മയായി അഭിനയിക്കാൻ മാധവി തയ്യാറായി. ആ സിനിമ ആ കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. 1000 നാവുള്ള അനന്തൻ എന്ന സിനിമയിലായിരുന്നു അവസാനമായി മാധവി അഭിനയിച്ചത്. ഈ സിനിമ റിലീസ് ചെയ്ത വർഷം തന്നെ മാധവിയുടെ വിവാഹവും നടന്നു. 4 തവണ മാധവി വിവാഹിതയായിട്ടുണ്ട് എന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. ബിസിനസ്സുകാരനായ റാൽഫ് ശർമ്മയെയാണ് മാധവി വിവാഹം ചെയ്തത്. മാധവിയുടെ ഭർത്താവ് പാതി ഇന്ത്യനും പാതി ജർമ്മനുമാണ്. സ്വാമി രാമയുടെ ഭക്തനായിരുന്നു ഇദ്ദേഹം. മാധവി ഈ സ്വാമിയുടെ ശിഷ്യയും ആയിരുന്നു. സ്വാമിയുടെ ഉപദേശം പ്രകാരമാണ് 2 പേരുടെയും വിവാഹം നടന്നത്. മാധവിയുടെ വിവാഹം 4 പ്രാവശ്യം നടത്തേണ്ടി വന്നു. അമേരിക്കയിൽ വെച്ച് ആദ്യം കല്യാണം നടത്തി. പിന്നീട് അമേരിക്കയിലുള്ള അമ്പലത്തിൽ വെച്ച് താലികെട്ടി. ഇത് കഴിഞ്ഞ് തിരുപ്പതിയിൽ വെച്ച് നടത്തണം എന്ന് കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ചതാണെന്ന് മാധവിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു. അങ്ങനെ തിരുപ്പതിയിൽ വെച്ചും കല്യാണം നടത്തി. പിന്നീട് റാൽഫിൻ്റെ ആഗ്രഹപ്രകാരം ഗുരുവിൻ്റെ ആശ്രമത്തിൽ വെച്ച് 4ാമതും വിവാഹം നടന്നു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്.